ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ രാവിലെ ഏൽക്കുമ്പോൾ തൊട്ടുള്ള കാര്യമില്ല, എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു ടൈമാണ്. അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ചെടിക്ക് കൂടി ഇച്ചിരി വെള്ളം ഒഴിച്ചേക്കാന്ന് ഓർത്തു. പാവം എനിക്ക് ഒരു ചെടിയേ ഉള്ളൂ, ഒരു ആന്തൂറിയും. അപ്പം അതിനും പോയി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ കുറച്ച് നേരം ഒന്ന് പരിപാലിച്ച് അവിടെ ഇരുന്നത്. അപ്പോഴേക്കും മറ്റേ സ്വിഗ്ഗിയിലെ ഡെലിവറി ബോയ് വന്നു. നമ്മൾ സ്വിഗ്ഗിയിൽ നിന്ന് ഒരു 2 ഐറ്റം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇത് മറ്റേ റസ്മലായി കേക്ക്, ഒരു ചെറിയൊരു കേക്കും അതുപോലെ പിന്നെ ചോക്ലേറ്റ് ജാറും. അപ്പം നമുക്ക് 3 പേർക്കും പെട്ടെന്ന് മധുരം കഴിക്കുക ഒരാഗ്രഹം, അങ്ങനെ മേടിച്ച. പിന്നെ ആര്യക്കുട്ടൻ 2 ദിവസമായിട്ട് കേക്ക് ഉണ്ടാക്കി തരണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുവേ. അപ്പം ഇന്നിപ്പോൾ ഇവിടെ ഗ്യാസ് തീർന്നിട്ട് കിട്ടിയില്ല. ആ ഗ്യാസ് തീർന്നതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ പിന്നെ ഇൻഡക്ഷനിലാണ് ഇത് ചെയ്യാനും പറ്റത്തില്ല. അപ്പം നേരെ ഒരു കേക്കും ഇതെല്ലാം കൂടെ അങ്ങ് മേടിച്ചു. അപ്പം അവനും ഹാപ്പി, എനിക്കും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ മേടിച്ചു കേട്ടോ. അപ്പം ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ലതായിരുന്നു. അപ്പം ആദ്യം ആര്യക്കുട്ടൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, അവന് ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ ഒന്ന് പുറത്തു പോയി. ഇത് ഹസ്ബൻഡിന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അത് ഞാനും കുഞ്ഞും പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു രസത്തിന് അങ്ങ് പോയി. അതോ പൊരിഞ്ഞ വെയിൽ, പോയിട്ടൊട്ട് കാര്യമൊന്നും നടന്നുമില്ല. എന്തായാലും അങ്ങനെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് ഞാനാണ് ചോറ് പോലും വെക്കാതെയാണ് പോയത്. കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ചോറ് വെച്ചില്ല. പിന്നെ ഇവിടുത്തെ റൈസായിട്ട് ഈ ബാംഗ്ലൂർ കർണാടകയിലെ ഒരു വൈറ്റ് റൈസ് ഉണ്ട്, പെട്ടെന്നാകും. ആ ഒരു ധൈര്യത്തിലാണ് കേട്ടോ പോയത്. ഞാൻ വന്ന വഴി തന്നെ നേരെ അരി കഴുകി അടുപ്പയിലിട്ടു. പിന്നെ അപ്പോഴത്തേനും ചോറൊക്കെ ആയി, പിന്നെ കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണിയൊക്കെ വന്ന് ഞാൻ വാഷ് ഇട്ടിട്ടായിരുന്നു പോയത്. അപ്പോൾ വന്നപ്പോഴത്തേനും അതെല്ലാം പരിപാടി കഴിഞ്ഞ് കിടക്കുമായിരുന്നു. പിന്നെ അതെല്ലാം വിരിച്ചിട്ടു. നമുക്കാണെങ്കിൽ ഇവിടെ കുറച്ചിടേ ഉള്ളൂ തുണി വിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം കൂടുമ്പോൾ അങ്ങ് തുണി അലക്കി വെക്കും. പിന്നെ പെട്ടെന്നെല്ലാം എളുപ്പമുണ്ട്, ഇടാൻ വേണ്ടിയിട്ട് ഇട ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് ഇച്ചിരി റെസ്റ്റ് എടുക്കാമെന്ന പ്രതീക്ഷയോടെ ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേനും ആര്യക്കുട്ടൻ അടുത്ത പണിയും കൊണ്ട് വന്നേ. അവനെന്താ മുട്ടത്തോടും കൊണ്ട് ഫേസ് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൊണ്ട് അതിൻ്റെ ഷെല്ലിങ്ങനെ എടുത്ത് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം തന്നെ അത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. പിന്നെ എനിക്കും ഇഷ്ടം ഇങ്ങനത്തെ ക്രാഫ്റ്റൊക്കെ. അപ്പം ഞാൻ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാനും കൂടെ കൂടിയത്. പക്ഷേ ഇരുന്നപ്പോൾ ആൾ സമ്മതിക്കത്തില്ല, അവന് തന്നെ ചെയ്യണം. അപ്പം പിന്നെ ഞാൻ അവന് ഐലൈനർ എടുത്തുകൊണ്ട് കൊടുത്തു. അപ്പോൾ പെയിൻറ്റിനകത്തൊന്ന് മുക്കിയിട്ട് അത് വെച്ച് ചെയ്യുമ്പോൾ ചെറുതായിട്ട് കണ്ണൊക്കെ വരയ്ക്കാൻ ഈസിയാണല്ലോ. അങ്ങനെ അതൊക്കെ പെയിൻറ് ചെയ്തിട്ട് പിന്നെ പെയിൻറ് ഡ്രൈ ആവട്ടെ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളങ്ങോട്ട് പോയി. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹസ്ബൻഡിന് കാപ്പി വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുപേരുടെ ഓരോ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കുക. അപ്പം നോക്കിയപ്പോഴത്തേനും പഞ്ചസാരയും കാപ്പിപ്പൊടിയൊക്കെ പാത്രത്തിൽ തീർന്നിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ റീഫിൽ ചെയ്ത് വെക്കാൻ ഭയങ്കര മടുപ്പാണ്. ഇത് അതുപോലെ മുളക് പൊടി, മല്ലിപ്പൊടി അതൊക്കെ ഓരോന്നും എടുക്കുമ്പോഴത്തേനും ആയിരിക്കും ഓർക്കുന്നത്. അന്നേരം ഓർക്ക് നേരത്തെ ചെയ്താൽ മതിയായിരുന്നു. അപ്പം ഇത് ആദ്യക്കുട്ടൻ ഉണ്ടാക്കിയ ഫേസ്, അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ എടുത്തപ്പോൾ എൻ്റെ കൈ വിട്ടുപോയി. അയ്യോ, അപ്പോഴത്തേന് ഞാൻ പേടിച്ചു പോയി. കാരണം അവൻ വന്നാൽ നല്ല വഴക്കാവും. പിന്നെ ഞാൻ നേരെ ഒന്നും മിണ്ടാതെ എടുത്ത് അവിടെ വെച്ചിട്ടിങ്ങ് പോകുന്നു. അത് പെയിൻറ് ഡ്രൈ ആയോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ എടുത്തതാണ് ഞാൻ. അതാ എൻ്റെ കൈ വിട്ടുപോയത്. പക്ഷെ പെയിൻറ്റൊക്കെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, നേരെ പോകുന്നു. അവനേതായാലും അത് കണ്ടുപിടിച്ചില്ല കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് കിടന്നില്ലെങ്കിൽ ഉറങ്ങിയാലും ഇല്ലേലും ചുമ്മാ ഒന്ന് ഇച്ചിരി നേരം കിടക്കണം, അല്ലെന്നുണ്ട് എന്തോ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞ് പിന്നെ നേരെ ഞങ്ങൾ ചായയൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ ഈവനിങ് സന്ധ്യയായപ്പോഴത്തേനും എൻ്റെ വിളക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് കയറി. ഇപ്പോൾ ആദ്യക്കൂട്ടിനൊരു സ്ഥിരം പരിപാടിയാണ്, ഞങ്ങൾ 2 പേരും കൂടെ അങ്ങ് വിളക്ക് കത്തിക്കും. 2 പേരുമില്ല, അവന് തന്നെ ചെയ്യാനായിട്ടാണ് താല്പര്യം. പക്ഷെ തീയാണല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യിക്കത്തില്ല. പിന്നെ ഒരു ഇത്തിരി നേരം പഠിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ഇരുത്തി ഞാൻ. കാരണം എക്സാമാണ്, സ്റ്റഡി ലീവ് കൊടുത്തേക്കുവാണ്. അപ്പം പിന്നെ ഇച്ചിരി നേരം പഠിക്കണമല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ രാത്രി ആയപ്പോഴത്തേനും പിന്നെ ഇന്ന് നമ്മൾ ബിരിയാണി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അതൊക്കെ കഴിച്ചു. നല്ല ബിരിയാണിയായിരുന്നു, ചാർമിനാർ ബിരിയാണി അങ്ങനെ അതിൻ്റെ പേര്. അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ പാത്രമെല്ലാം വാഷ് ചെയ്ത് വെച്ചു. അധികം പാത്രം ഉണ്ടായിരുന്നില്ല, കാരണം കുക്ക് ചെയ്യാൻ തന്നെ കൊണ്ട്. അങ്ങനെ അതെല്ലാം കഴുകി പിന്നെ നേരെ ഇവിടെ എല്ലാം ഞാൻ ഒന്ന് ക്ലീൻ ചെയ്തിടുവാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സ്പ്രേ ചെയ്യുന്ന ലിക്വിഡ്. ഞാനിത് ഇതിന് മുന്നേ പറഞ്ഞായിരുന്നു. ഇച്ചിരി വിനാഗിരി, ഇച്ചിരി ഏതെങ്കിലും ഒരു ഡിറ്റർജൻറ്റോ എന്തെങ്കിലും സ്മെല്ലിന് വേണ്ടിയിട്ടൊരു ഇച്ചിരി ലിക്വിഡ്, പിന്നെ ബാക്കി വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്താൽ ഇത് നല്ലൊരു ലിക്വിഡാട്ടോ. ഇതിങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈച്ചയോ അല്ലെങ്കിൽ ഉറുമ്പോ, ഇവിടെ ഉറുമ്പില്ല എന്നാലും ഇവിടെ ഒരു സൈസ് ഒരു ഈച്ചയോ പ്രാണിയോ പോലെ ഒരു ഐറ്റം വരുമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെയ്യാൻ തുടങ്ങി പിന്നെ അതൊന്നും വരാറില്ല. പിന്നെ നന്നായിട്ട് ക്ലീനും ആകും. പിന്നെ ഒരു ചെറിയ സ്മെല്ലും നിൽക്കും ഈ വിനാഗിരിയുടെയും അതുപോലെ ഈ ലിക്വിഡിൻ്റെയും ഒക്കെ കൂടെ. അങ്ങനെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അതോടൊപ്പം ഒരു ലൈക്കും പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടെ ഒന്ന് ഇടുവാണെങ്കിൽ നല്ല കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.